ഒരു നാടിൻ്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ അധ്യയന വർഷം മുതൽ കുട്ടികൾക്ക് സുരക്ഷിതമായി ഇനി കടന്നു പോകാം. സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്ന റെയിൽവേ അടിപ്പാത ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വർഷങ്ങളായി ഭീതിജനകമായ യാത്രയാണ് വിദ്യാലയത്തിലേക്ക് അധ്യാപകരും കുട്ടികളും ഇരു പ്രദേശങ്ങളിലേക്കുള്ള നാട്ടുകാരും ഇതിലൂടെ കടന്നുപോയത്. ഷൊർണൂർ കോഴിക്കോട് പാത ഇരട്ടിപ്പിച്ചതോടെ 2 റെയിൽപാളങ്ങൾ മുറിച്ചു കടന്നു വേണം ഇരു ഭാഗങ്ങളിലേക്കും കുട്ടികളടക്കമുള്ളവർക്ക് ഇതിലൂടെ കടന്നു പോകുവാൻ. നിരവധി അപകട മരണങ്ങളും ഇത് ഇടവരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു നാട്ടുകാർ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള മുറവിളി കൂട്ടിയത്. ഒടുവിൽ റെയിൽവേ തന്നെ അടിപ്പാത നിർമ്മിക്കുവാൻ രംഗത്തെത്തുകയായിരുന്നു. 95.36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 14 മീറ്റർ നീളവും 1.85 മീറ്റർ ഉയരവും 2.5 മീറ്റർ വീതിയുമുള്ളതാണ് അടിപ്പാത. 1987 ഈ വിദ്യാലയം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ റെയിൽവേ അടിപ്പാത വേണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറമാണ് ഈ ആവശ്യം യാഥാർത്ഥ്യമായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെല്ലാം ഇത് വലിയ സന്തോഷമാണ് പുതിയ അധ്യയന വർഷത്തിൽ പകർന്നു നൽകുന്നത്. നല്ല സൗകര്യമായി ഞങ്ങൾക്ക് പേടിക്കാതൊക്കെ രക്ഷിതാക്കൾക്ക് വിടാനായി. കുറെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലോ, അപ്പോൾ ഇത് ഉണ്ടാക്കിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി കുറേ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും, അത് കാരണം ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ആദ്യമൊന്നും ഇങ്ങനെയൊക്കെ കാരണം ഇതിന് കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്ന ഇപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സൗകര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഇതൊരു സ്വപ്നമായിരുന്നു. അതിപ്പോൾ ഈ 75 വയസ്സിൻ്റെ ഉള്ളിൽ പൂർത്തീകരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കൂടി പാലം പോകുന്നത് ഇത് പറഞ്ഞപ്പോഴും സമാധാനമായത്. ഇപ്പോൾ മോനിവിടെ പുതിയതായിട്ട് ചേർത്തിക്കുക. കുട്ടികളുടെ ദുരിതം തീർന്ന വലിയ കാര്യമാണ്. 2-3 കുട്ടികൾ ഇവിടെ റെയിൽ മുറിച്ചടക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാക്കുന്ന ഈ ശ്രീധരൻ്റെ സഹകരണവും എംപിയുടെ സഹകരണത്തിലാണ് ഇതിപ്പോൾ ഇങ്ങനൊക്കെ ആയി കിട്ടിയത്. അത് വലിയൊരു കാര്യമാണ്. കാലാകാലങ്ങളായി കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും അനുഭവിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു ഈ റെയിൽവേ പാത. അതിനൊരു വിരാമം വന്നിരിക്കുകയാണ് ഇന്ന്. എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും യാതൊരു ഭയവുമില്ലാതെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാവുന്നതാണ്. ഇനി എല്ലാവർക്കും പെരുമുടിയൂർ സ്കൂളിലേക്ക് സ്വാഗതം. സ്കൂൾ PTOയുടെ നേതൃത്വത്തിലും റെയിൽവേ അടിപ്പാതയ്ക്ക് വേണ്ടി വലിയ പരിശ്രമം നടത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ സംഘടനകളും മറ്റും നിരന്തരം റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. MP, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തുകയുണ്ടായി. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്ഥാപനമാണ് ഈ ഗവൺമെൻറ് ഓറിയന്റൽ ഹയർ സെക്കൻഡറിയിലെ കീഴിലുള്ളത്. ഇതിൻ്റെ കീഴിൽ തന്നെ നമ്മൾ പട്ടാമ്പി ഗവൺമെൻറ് കോളേജും. എന്തായാലും വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കിത്. സത്യത്തിൽ ഇതിന് പണി പൂർത്തിയായിട്ടില്ല എങ്കിലും കുട്ടികൾക്ക് നടക്കാൻ ഇന്ന് അവർ തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം മഴ ഉള്ളത് കാരണം തുറന്നു കൊടുക്കാനുള്ള നടന്നു പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിന്ന് താൽക്കാലികമായിട്ടുള്ള തുറന്നു ബാക്കി ടൈലെല്ലാം പതിച്ച് വൃത്തിയായി അടുത്ത മാസത്തോടുകൂടി ഇതിൻ്റെ ഒപ്പണി നടക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് എല്ലാവരും എന്താ പറയണമെന്ന് അറിയണില്ല, അത്രയും വലിയൊരു സന്തോഷം. കഴിഞ്ഞ മാർച്ചിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ഒരു വർഷത്തിനിപ്പുറം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി അടിപ്പാത തുറന്നു കൊടുത്തിരിക്കുകയാണ്. മെട്രോമാൻ E. ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയുണ്ടായി. ഈ ഗവൺമെൻറ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് റെയിൽവേ പാളം മുറിച്ച് കടന്ന് സ്കൂൾക്ക് വരിക എന്നുള്ളത്. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികൾ റെയിൽവേ പാളം മുറിച്ച് കടന്ന് സ്കൂൾക്ക് വരുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് റെയിൽവേ അടിപ്പാത നമുക്ക് അനുവദിച്ച് കിട്ടിയുള്ളത്. 2022 ഒക്ടോബർ മുതൽ നിരന്തരമായുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, പ്രത്യേകിച്ച് DRM പോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ ശ്രീധരൻ സാറിനെ പോലത്തെ ആളുകളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ ഈ അടിപ്പാത അനുവദിച്ചു കിട്ടാൻ ഉണ്ടായിട്ടുണ്ട്. കൂട്ടായ പരിശ്രമമാണ് ഇപ്പോൾ ഇത്തരമൊരു ആവശ്യം യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിലുള്ളത്. ഏതാനും ചില അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. അതേസമയം പുതിയ അധ്യയന വർഷം തുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ അടിപ്പാതയിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.